വെൽക്കം ബാക്ക്. അതെ, തലേന്ന് രാത്രിയാണ്. നമ്മള് നാളെ നമ്മൾ ട്രിപ്പ് പോവാണ് കക്കടപ്പയിലേക്ക്. ഞങ്ങളിപ്പോ എറണാകുളത്ത് തന്നെ, ഞങ്ങള് വീട് എറണാകുളത്ത് തന്നെ. ഞങ്ങൾ ഇവിടുന്ന് നമ്മള് മലപ്പുറം കക്കാടം പോയിക്കാണ്. മലപ്പുറം നിലമ്പൂർ സ്ഥലം പറഞ്ഞ്. അതെ, മലപ്പുറം നിലമ്പൂർ കക്കാടം പോയിക്കാണ്. അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഏതായാലും ഇപ്പൊ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ നമ്മൾ റിസോർട്ടിൽ നാളെ. ഹലോ ഗായ്സ്, നമ്മള് നമ്മളെ ബാഗൊക്കെ ഉള്ളിൽ വെച്ചാ പുറത്ത് വണ്ടിമേലാണെന്നാ നിമായതാല്. നമ്മളിപ്പോ സെലീലിന്റെ വീട്ടിലുള്ളത്. സെലീലിന്റെ 5 കൂളിംഗ് ക്ലാസ് ആയിക്കോട്ടെ. കുട്ടി കുട്ടി എന്താ പരിപാടി വെച്ചാൽ നമ്മള് പോകാൻ ട്രിപ്പ് പോവാണ്. കക്കടവഴി പോവാണ്. എല്ലാരും ഉണ്ട്, ഫുൾ ടീം. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഫുഡ് കഴിക്കട്ടെ. ഇനി വല്ലാവുന്നില്ല. ഫുഡ് കഴിച്ചാൽ നമ്മൾ നേരെ ഇറങ്ങും. അപ്പൊ ബാക്കി ഫുഡ് നമുക്ക് ആദ്യം കൈയിടില്ലേ മാള് കഴിക്കട്ടെ. മാള് കഴിക്കും. ബാക്കി ചേർത്ത് ഗായ്സ്, ഞങ്ങൾ പോവാൻ നിക്കാണ്. ഫുഡ് 500 കഴിച്ചതിന് അവിടെ സീബുണ്ട്. ജലദോഷം പിടിച്ചിക്കണ്, മൂക്ക് വലിച്ചിട്ടുണ്ട്. മാളു, അഫ്രീദ്, അമല്. എല്ലാരും ഉണ്ട്. നമ്മള് ഞാൻ ഇങ്ങോട്ട് പോണില്ല. ഇല്ല. അപ്പൊ എല്ലാരും റെഡി ആയിക്കണേ. അപ്പൊ നമ്മള് പോവാണ്. ഇപ്പൊ ഇറങ്ങിക്ക്. എന്റെ ബാഗൊക്കെ ഉള്ളിലുണ്ട്. ഈ സെറ്റാണ്. അപ്പൊ ഫസ്റ്റ് വണ്ടി നമുക്ക് ചെയ്യട്ടോ. ഓക്കെടാ, പോല് പോയി. നമ്മളെല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ ഫാൻസ് ഒക്കെ ഉണ്ട്. നമ്മളെ ചാനൽ കാണലുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഓക്കെ. അപ്പൊ നമ്മളെ ഫാൻ ബോയ് ആണ്. ഇവിടുന്ന് കണ്ടപ്പോ അങ്ങനെ വന്നു. അപ്പൊ കണ്ടതിൽ സന്തോഷം. ഇനി സപ്പോർട്ട് ചെയ്യേണ്ടി. ഓക്കെ. നിനക്ക് ഓട്ടം അറിയോ? മതില് പൊളിച്ചാല്. അപ്പൊ ഗായ്സ്, അങ്ങാടിയിലെത്തി. പമ്പില് നമുക്ക് പമ്പിന്ന് കാണാം. എത്ര മണിക്ക് എത്തുക? സോ ഗായ്സ്, നമ്മളിപ്പോ മിഡ്വേലെത്തിക്കണേ. എന്ത്? അപ്പൊ നമ്മള് മിഡ്വേലെത്തിക്കണേ. നമ്മള് ഇന്ന് രാത്രിയൊക്കെ ഫുഡ് റെഡിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഗർഭിണിയാണ് ഗായ്സ്. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടുന്ന് ഫുഡ് റെഡി ആയിട്ട് നമുക്ക് കാണാം. ഇതിലെന്തൊക്കെയല്ലേ? ഇതിലെന്തൊക്കെയല്ലേ ഇപ്പൊ? അൽഫാം ഉണ്ട്. പെട്ടെന്ന് പറയാം, സ്പീഡിൽ പറയാം. പൊറോട്ട ഇവിടെ ഉണ്ടോ? അല്ല ജി, നമ്മളെ ചെക്കന് നോമ്പുണ്ട്. നമ്മ 9 അപ്പൊ അതിന്റെ സാധനം റെഡി തീർച്ചയോ? ഫുഡ് എടുത്തിക്കണോ? തുറക്കാനെടുത്തില്ല. അങ്ങാടി കട്ട് ചെയ്യുമ്പോ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ഓക്കെ, ഒരു വെള്ളക്കുപ്പി വാങ്ങിക്കോണ്ടി, പിന്നെ ഒരു ബ്രെഡോ കേക്ക് എന്തെങ്കിലും വാങ്ങിക്കോ. ഇപ്പൊ ഭയങ്കര മഴയാണ്. അപ്പൊ നമ്മള് കക്കാടം പോയി ആ റൂട്ടൊക്കെ എത്തുമ്പോ നമ്മൾക്ക് ഇനി അടുത്തത് കാണാം. അപ്പൊ നമുക്കപ്പൊ കാണാം. നമ്മളിവിടെ മയിലാടി പാലത്തിന്റെ അവിടെയാണ് നിക്കണ ഇപ്പൊ. അപ്പൊ ഇനി സലീലിനെയും ഇവനെയും അബ്ബനെ വിളിച്ചോക്കാം, മാളുവിനെ. അപ്പൊ ഇവിടെ പോലെ വെയിറ്റ് ചെയ്യാൻ നിക്കാണ്. അപ്പൊ ബാക്കി അപ്പൊ കാണാം. സോ ഗായ്സ്, നമ്മള്
പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, വാക്സിൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും കണ്ട് കാട്ടിലാണ് എല്ലാവരും. ഇതൊക്കെ എല്ലാവരും ഉണ്ട്. ശരിയിലുണ്ട് ഷിബു ഉണ്ട്. നമ്മളെ പോവാണ്. ആ വരും ഒരു ഹൈ റേഞ്ച്. ഇവിടെ ആക്ച്വലി നിങ്ങൾ കാണുന്ന ലൈറ്റ് ഒന്നും ഇല്ല. കാട്ടിത്തരാം ഒറിജിനൽ ലൈറ്റ്. ഈ ഒരു ലൈറ്റാണ് ആക്ച്വലി നമുക്ക് ഇവിടെ കിട്ടുന്ന റോഡാണ്. അതെ, റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റോഡാണ്. കയറ്റവും ഇനി കുറെ കുറെ കയറ്റങ്ങളും കയറി. അതെ, കയറി ആള് മാറണ പോകുന്ന ആള് മാറി. സോ ഗൈസ്, നമ്മളിപ്പോ കക്കടംപൊയിൽ എത്തിയിട്ടില്ല. കക്കടംപൊയിൽ ഏകദേശം എത്തിക്കണേ. നമ്മളിവിടെ ഒരു മല പാലത്തുമ്മ ആണ് നമ്മൾ ഉള്ളത്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഐസ്ക്രീം ഉണ്ട്. വളരെ ഐസ്ക്രീം കഴിച്ചാലോ തണുപ്പത്ത്. അതെ, അപ്പൊ നമ്മള് ബൈക്ക് നോക്കിട്ടോ, ബൈക്ക് നോക്കി ബൈക്ക് ഇങ്ങോട്ട് ഇറക്കിയാൽ മതിരുന്ന. അതെ, എന്താ അങ്ങനെ അല്ലേ എല്ലാരും ഉണ്ട്. നമ്മള് വലിയ വ്ളോഗേഴ്സാണ്. നമ്മള് ഇത് കാണുമ്പോ തന്നെ പേടിയാവും. ഇത് ഇവിടെ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവില്ല. ചൂണ്ടല ഇല്ല, അതിൽ ലോക്കൽ ഇതിന്റെ അടിപൊളി ഇല്ലല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആര് പേടിയാണ്ട് ഇവിടെ അവിടെ നിൽക്കുന്നതായേ. ഇവിടെ നമ്മൾ പേടിക്കണം. ഈ ഒരു കമ്പിന്റെ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്. ചൂണ്ടലിന്റെ വള്ളികൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല. അവിടെ ഇവിടെയൊക്കെ ചൂണ്ടലിന്റെ വള്ളികൾ. പെരും മഴ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം വന്നിക്കണി. ആകെ ചൂണ്ടിലിട്ട് പോയി കാട്ടി കൊടുക്കാം. ചൂണ്ടല് ആകർഷകമായ നാണിനെ കണ്ടുട്ടി. അതാണ് നാണി. അതോ ഇക്കാരൊക്കെ ചൂണ്ടലിലാണ്. എവിടെ മാളി അങ്ങനെ ചോദിച്ചറിയണ്ടേ മീൻ പിടിച്ചാൽ? അതെ, മീൻ പിടിക്കാൻ നമുക്ക് കാണാം. ഇവിടെ റോഡങ്ങായിട്ടാണ്. ഇത് പറഞ്ഞാൽ ഭയങ്കര ലെങ്ത്തിലാണ് ഈ റോഡ് പോണത്. അപ്പോൾ ഭയങ്കര മീൻ പിടുത്താണ്. കുറെ ആൾക്കാരുണ്ട് ഇവിടെ മീൻ പിടിച്ചാന്. അഫ്രീദുണ്ട്. അഫ്രീദേ എന്താണ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ എന്താ വെച്ചാൽ ഇത് കാണുമ്പോ തന്നെ പേര് ഇവിടെ എഴുതുമ്പോ നിർത്തലി പോവാ. ഞങ്ങൾ പേരുണ്ടായി. ഇപ്പോഴല്ല നമുക്ക് ആദ്യം റിസോർട്ടിൽ എത്താം. ഹായ്, നമ്മള് കേരളത്തിലേക്കാണ്. ബാക്കിലുണ്ട്. അവിടെ വ്യൂ പോയിന്റ് നിർത്തിയേക്കാണ്. അവിടെ ആരോ സിഗരറ്റ് വലിച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ സിഗരറ്റ് വലിച്ചൊക്കെയാണ്. അതാണ് ഈ പോകാന്നാണ് ശരിക്കും പറയണത്. എന്താ പറയണത്? എന്റെ ബസ്സും KSRTC പോകണ്ടേ? അപ്പൊ മാറ്റിക്കൊടുത്താ നന്നായിട്ട്. നമ്മള് എന്താ കുട്ടികളെ ബസ് കൊണ്ട് ബാക്കിലെ ബസ് എല്ലുണ്ട്. ആ ബസ് അടുത്ത് കുട്ടികളാണ് കേട്ടോ. ബസ് അടുത്ത് ഫുള്ള് കുട്ടികളാണ്. കുട്ടികളില്ലാത്തത്
അറിയും കൂടിയില്ല വെറുതെ ഉണ്ടാക്കുക കാറില് ഫുള്ള് നമ്മളെ പഠിക്കുന്നുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. റിസോർട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ മുന്നേ തന്നെ നല്ലൊരു അടിപൊളി അരുവിയൊക്കെ കാണണ്ടേ നമ്മളിവിടെ എത്തിക്കണേ. ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറണം. ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് കാര്യങ്ങളും ഇതൊക്കെ സെറ്റപ്പ് ആക്കണം. നമുക്ക് ഫാൻസ് ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, പോകണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കാണിക്കാം. എല്ലാവരും ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. മാസത്തിനൊക്കെ സ്കൂൾ പോലെ മാതിരി സെറ്റപ്പ് ആയിക്കണ്. ലഗേജ് പത്തത് മക്കളെ തട്ടികള് എത്തത് കഥ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. നമ്മളിപ്പോ തന്നെ ലേറ്റ് ആണെന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത്. ഇനി മോൾക്കോയല്ലേ നമുക്ക് ആദ്യം കയറി കിട്ടാം. നമുക്കൊന്ന് സാധനമൊക്കെ റൂമൊക്കെ റെഡി ആക്കണ്ടേ. ഈ സാധനമൊക്കെ ഓള് കയറ്റിക്കോ. ഈ സാധനക്കാരെ ഉള്ളിൽ വെക്കുക ആര്. സോ ഗൈസ് എല്ലാവരും പാടപ്പെട്ടിരുന്നാണ്ട് ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോ കാര്യങ്ങളൊക്കെ ഡീലാക്കാണ് അതിൻ്റെ ഉള്ളിൽ. എന്തേ അതെങ്കിൽ അത് പൂളുണ്ടായിരുന്നു. 10 ആളുടെ റൂമാണ്. നമ്മള് റൂമിന്റെ പൈപ്പ് ഡാൻസ് കളിക്കാൻ സ്പേസ് ഉണ്ടാവും ചിലപ്പോ. അങ്ങനെയൊക്കെ ഈ കാലം. അപ്പോ ഏതായാലും ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. മാഷാ അല്ലാഹ്. പേയ്മെന്റ് അടിച്ച എന്താണ് നമ്പറാണ് സേവ് ചെയ്തത്. ഇത് വേറെ ഏതോ നമ്പർ നമ്മള് നോക്കുന്നത് വീണ്ടും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. നമ്മളിവിടെ വിളിച്ചാണ്ട് കൊറേ സൈലന്റ് ചെയ്തു, കൊറേ കാര്യങ്ങൾ. ഇത് നമ്മളെ റൂമിന്റെ കാർഡാണ്. ഇത് കാട്ടിയുള്ള കയറാൻ പറ്റും. സോ ഗായ്സ് നമ്മള് റൂമൊക്കെ കയറിക്കണ്, ചെക്കിനൊക്കെ ചെയ്തിനി. അപ്പൊ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കക്കാടുമ്പോയില് മൽമക്കാണ്ട് പോവാണ്. അവിടെ പോയിട്ട് അങ്ങോട്ട് പോലെ ആംബുലൻസ് ഒക്കെ അടിപൊളിയാണ്, സെറ്റാണ്. നമ്മളത് കണ്ടുവരാം, ജസ്റ്റ് അടുത്ത് പോയി തരാം. സോ ഗായ്സ് ഇതാണ് നമ്മളെ പൂൾ. ഏതാണ്ട് അർത്ഥം. സോ ഗൈസ് ദിസ് ഈസ് അവർ പൂൾ. നമ്മൾ ഏതായാലും ഇപ്പോൾ ഒന്നും ചാടണമൊന്നുമില്ല. വൈകുന്നേരം ആവട്ടെ, വൈകുന്നേരമായിട്ട് നമുക്ക് ഇറങ്ങണം. നമ്മൾ പറഞ്ഞ മാതിരി പോന്നിട്ടുണ്ട്. നമ്മൾ പോന്നിക്കണേ നാട്ടിലുണ്ട്, ബാക്കിൽ ഓല മുഞ്ചിലുണ്ട്, എല്ലാം കോടയാണ്. ഒരു അന്യായ കോടയാണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഷോപ്പിലേക്ക് എത്താം. നമ്മൾ ഏതായാലും നമ്മളെല്ലാരും കേറാൻ നിൽക്കാൻ ഇവിടെ എത്തിക്കണ്. അല്ലല്ല ഇത് റിസോർട്ട് കല്ലി ഇവിടെ തന്നെ എനിക്കറിയാം. അതിനോ മാളിൽ ഇപ്പൊ തന്നെ തണുക്കുന്നുണ്ട്. ഒന്നില്ല മനുഷ്യനെ തണുക്കും. സോ ഗൈസ് നമ്മളങ്ങനെ കേറി പോവാണ്. അവര് നോമ്പ് വെച്ചിക്കണേ. അതാണ് നമ്മുടെ ട്രിപ്പിലെ ഏക സ്പെഷ്യാലിറ്റി. ഓല് മുകളിലെത്തി ഇറങ്ങിക്കണേ. ഗൈസ് അവിടെ എന്തോ കാണുന്നുണ്ട്. കളഞ്ഞോ അങ്ങനെയല്ലേ ചോദിക്കണ്ടേ. ഇക്ക എവിടെ മോനെ? പാപ്പുന്റെ ഇക്ക അഫ്രീദാണ് ഗൈസ്. ഇത് അപ്പൊ കഴിഞ്ഞിക്കണേ, സത്യം പറഞ്ഞ കഴിഞ്ഞിക്കണേ. എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിക്കണേ, കഴിഞ്ഞിക്കണൊക്കെ.
ഇവനെന്ത് കിണറ്റൊക്കെയാണ് അയിമാരോ എന്ത് ഇത് വെച്ചിക്കണ ഷഹാനാണോ അന്നെ കണ്ടിട്ട് മറ്റേ മിന്നൽ വെള്ളം ഇരിക്കാൻ കഴിയുണ്ട് മൈ കാറ്റാണ് ഗൈസ് വലിയ കിണറുണ്ട് കേട്ടോ ഞങ്ങള് കുരിശുമലത്തേക്കാണ് അതെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കയറി കേക്കപ്പളേ കണ്ടിരിക്കുന്ന വർത്താനം അതല്ല വേറൊരു കോമഡി ഉണ്ട് നമ്മളൊക്കെ ഇവിടെ എടുക്കുമ്പോ ഫറാനും അഫ്രീദും അറിയാണ്ടിരിക്കണ്ട അവിടെ അത് വേറെ വൈബാണോ ഒരു വേറെ ആണോ അപ്പൊ നമ്മള് ഇറങ്ങാണ് അടിക്ക് ഇറങ്ങാണ് അടിക്ക് ഇറങ്ങാണ്